നമുക്ക് ഇച്ചിരി ചെമ്മീൻ ബിരിയാണി ഉണ്ടാക്കിയെടുത്താലോ? അപ്പോഴേ എൻ്റെ കയ്യിലുള്ളത് ഈ ഒരു സൈസ് ചെമ്മീനാണ് കേട്ടോ. വലിയ കാട്ട ചെമ്മീനൊന്നും ഇല്ല. നമുക്ക് പിന്നെ അങ്ങനെ ഡിമാൻഡൊന്നും ഇല്ല കേട്ടോ. ചെറുതും പോവും വലുതും പോവും. അങ്ങനെ ചെമ്മീനൊക്കെ കിള്ളി വൃത്തിയാക്കി എടുത്തിട്ടുണ്ട് കേട്ടോ. എന്നിട്ട് നമുക്കിതൊന്ന് മസാലയൊക്കെ പുരട്ടണം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് മഞ്ഞപ്പൊടി, മുളക് പൊടി, കുരുമുളക് പൊടി, ഉപ്പും ഒക്കെ തേച്ച് പിടിപ്പിച്ച് ഒരു 10-15 മിനിറ്റ് ഞാൻ മാറ്റി വയ്ക്കുന്നുണ്ട്. ഇനി നമുക്ക് ചെമ്മീനൊക്കെ ഒന്ന് ഫ്രൈ ചെയ്തെടുക്കണം. അപ്പോൾ വെളിച്ചെണ്ണയിലാണ് കേട്ടോ വറുത്തെടുക്കണത്. അപ്പോൾ ആ ഒരു സമയം കൊണ്ട് ഞാൻ കൈമാ റൈസ് വെള്ളത്തിൽ കഴുകി വാരി കുതിർക്കാൻ വേണ്ടി വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. ഇനി നമുക്ക് ചോറ് വേവിച്ചെടുക്കാം. ഒരു ചട്ടി വെച്ചു. വെളിച്ചെണ്ണ അല്ല നെയ്യാണ് കേട്ടോ ഇട്ടേക്കണത്. ഇനി പട്ട, ഗ്രാമ്പൂ, ഏലക്ക, വലിയ ജീരകമൊക്കെ ചേർത്തിട്ട് നമുക്ക് വെള്ളം ഒഴിച്ച് ചെറുനാരങ്ങ നീരൊക്കെ ചേർത്ത് ഉപ്പ് ഇട്ട് ചോറൊന്ന് വേവിച്ചെടുക്കണം കേട്ടോ. ഒരു 1/4 ഭാഗം വെന്താൽ മതി. കുക്കറിലായിട്ട് നമ്മളിന്ന് ബിരിയാണി സെറ്റ് ചെയ്യണത്. അപ്പോൾ വെളിച്ചെണ്ണ ഒഴിച്ച് സവോള പിന്നെ ചതച്ച് വെച്ചിരിക്കുന്ന ഇഞ്ചി, വെളുത്തുള്ളി, പച്ചമുളക് ചേർത്ത് വഴറ്റി 2 പഴുത്ത തക്കാളി കൂടെ ചേർത്ത് നന്നായിട്ട് ഉടച്ച് പൊടികളായിട്ട് കുരുമുളക് പൊടി, ഗരം മസാല പൊടിയും കൂടെ ചേർത്ത് മൂപ്പിച്ച് മല്ലിയില, പുതിനയില, തൈര് പിന്നെ വറുത്ത് വെച്ചിരിക്കുന്ന ചെമ്മീനും കൂടെ ഇട്ട് നന്നായിട്ട് മിക്സ് ചെയ്യും. പിന്നെ അതിൻ്റെ മീതയിലായിട്ട് ചോറിട്ട് കൊടുക്കാം. പിന്നെ കുരുമുളക് പൊടി, ഗരം മസാലപ്പൊടി, മല്ലിയില, പുതിനയില, വീണ്ടും ചോറ്, കുരുമുളക് പൊടി, ഗരം മസാലപ്പൊടി, മല്ലിയില, പുതിനയില, തൈരും കൂടെ ചേർത്ത് 5 മിനിറ്റ് നമുക്ക് കുക്കർ അടച്ച് വെച്ചിട്ട് സിമ്മിലാക്കി വെക്കാം കേട്ടോ. എന്നിട്ട് കുക്കർ തുറക്കുമ്പോഴുണ്ടല്ലോ അതിൻ്റെ പൊന്നെ ഒരു മണം അങ്ങോട്ട് മൂക്കിലോട്ടടിക്കുക. ആ ഭാഗത്ത് എങ്ങും നിൽക്കാൻ പറ്റില്ല കേട്ടോ. ഇനി വേഗം തന്നെ കഴിക്കാം. ക്ഷമ ഒട്ടുമില്ല. അപ്പോഴത്തെ കച്ചമ്പറം കൂട്ടി കുഴച്ചടിക്കാനാണ്. അപ്പോൾ അത്ര ഉള്ള ടാറ്റാ.